ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും നമ്മൾ ഇന്നും ഇൻഷുറൻസ് ഗ്ലോസറി തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ ഈ വരെയുള്ള കുറച്ച് ടേംസ് ഡിസ്കസ് ചെയ്തായിരുന്നു. വീണ്ടും നമുക്ക് ഈയുടെ കണ്ടിന്യൂസ് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ജിയുടെ സ്റ്റാർട്ടിങ് വരെ കുറച്ച് ടേംസ്, ഇന്ന് കുറച്ച് ടേംസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ആ കുറച്ച് ടേംസിൻ്റെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് അതിൻ്റെ മീനിങ്സ്, അതുപോലെ തന്നെ അത് ഏതൊക്കെ കേസസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഇനീഷ്യലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്ക്ലൂഷൻ ഓർ ലിമിറ്റേഷൻ. ഇതിന് ചില ഇൻഷുറൻസ് കമ്പനീസിൽ നമ്മൾ ജനറൽ എക്സ്ക്ലൂഷൻസും എന്നും പറയാറുണ്ട്. എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി സ്പെസിഫിക് സിറ്റുവേഷൻ, കണ്ടീഷൻ ഓർ ട്രീറ്റ്മെൻറ്റ് ദാറ്റ് എ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഡസ് നോട്ട് കവർ. ഇത് എല്ലാ കേസസിലും സെയിം ആയിരിക്കണമെന്നില്ല. ചില പ്ലാൻസ് ഹൈ പ്രീമിയം പ്ലാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചില കണ്ടീഷൻസ്, ചില ജനറലായിട്ട് വരുന്ന എക്സ്ക്ലൂഷൻസ് അവർക്ക് കവർ ആവാറുണ്ട്, ചിലവർക്ക് അത് കവർ ആവത്തില്ല. സോ നമ്മൾ എടുക്കുന്ന പോളിസിയുടെ അനുസരിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടർ വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വരുന്ന ക്ലെയിമിൻ്റെ പോളിസി നമ്മൾ നോക്കണം. അതിനകത്ത് ഏതൊക്കെ കവേർഡാണ്, പോളിസി എക്സ്ക്ലൂഷൻ ആണോ അതോ, അതായത് ചില ഇൻഷുറൻസ് അവരുടെ എല്ലാ പോളിസിയിലും ചില ട്രീറ്റ്മെൻറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് ഒന്നും കവർ ആക്കത്തില്ല. സോ ഇങ്ങനെ വരുന്ന ഒരു പോളിസി ബേസ് ആയിട്ട് വരാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ജനറലി ആ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ അവർ ജനറലായിട്ട് അവരുടെ എക്സ്ക്ലൂഷൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതായിരിക്കും. സോ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ, അതായത് എനി സ്പെസിഫിക് സിറ്റുവേഷൻ, കണ്ടീഷൻ ഓർ ട്രീറ്റ്മെൻറ്റ്, ഈ തിങ്സ് ആസ് പെർ ദി ഇൻഷുറൻസ് പോളിസി അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്ലാൻ അത് കവർ ആവത്തില്ലെന്നെങ്കിലാണ് നമ്മൾ ജനറൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. ഒരു ക്ലെയിം സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ജനറലി എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള സർവീസോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള കണ്ടീഷന് വേണ്ടിയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ആസ് എ ഇൻഷുറൻസ് ലൈക്ക് പ്രോസസ്സർ നമ്മൾ ഡയറക്റ്റ്ലി അത് റിജക്റ്റ് ചെയ്യുമായിരിക്കും. ദിസ് ഇസ് എ ജനറൽ എക്സ്ക്ലൂഷൻ. NCOV 003 ആണ് നമ്മൾ അതിനകത്ത് എക്സ്ക്ലൂഷൻ കോഡായിട്ട് അല്ലെങ്കിൽ ഡിനയൽ കോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ ഡിനയൽ കോഡിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ടേംസിൻ്റെ ഒക്കെ എക്സ്പ്ലനേഷൻസ് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അതാണ് ജനറൽ എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ എക്സ്ക്ലൂഷൻ ഓർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഇറ്റ് വേരീസ് ഫ്രം ഡിഫറെൻറ്റ് പോളിസീസ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനീസ്, അതിനൊക്കെ ഡിഫറൻസസ് കാണും. സോ നമ്മൾ ഓരോ ഇൻഷുറൻസ്, ഇപ്പോൾ ഹെൽത്ത് പ്രൊവൈഡർ സൈഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ഹോസ്പിറ്റൽസോ ഒക്കെ മെഡിക്കൽ സെൻറ്റേഴ്സ്, ക്ലിനിക്സോ ഒക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക ഓരോ ഇൻഷുറൻസ് കമ്പനീസിലും ഏതൊക്കെ കാര്യങ്ങളാണ് ജനറലി എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഓരോ പ്ലാൻസിനും ഇത് എക്സ്ക്ലൂഷൻ ആണോ, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്രൂവൽ എടുക്കാൻ പറ്റുന്ന ക്ലെയിംസ് ആണെങ്കിൽ അപ്രൂവൽ എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പ്ലാൻസ് ആൻഡ് പോളിസീസ്, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നോക്കുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ വിളിച്ച് അവരുടെ പ്രീ ഓത്തറൈസേഷനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇത് കവേർഡ് ആയിട്ടുള്ള സർവീസസ് ആണോ അല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനീസിൽ അല്ലെങ്കിൽ TPAs ഇങ്ങനെയുള്ളിടത്ത് ക്ലെയിം പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കമ്പനിയുടെ പ്രോട്ടോക്കോൾ എന്താണോ, ഏതൊക്കെ പ്ലാൻസിന് ഈ പെർട്ടിക്കുലർ സർവീസ് കവർ ആവും അല്ലെങ്കിൽ കവർ ആവത്തില്ല, അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിനനുസരിച്ച് നമ്മൾ ക്ലെയിംസ് അഡ്ജുഡിക്കേറ്റ് ചെയ്യുക. സെക്കൻഡ് വൺ ഇസ് എക്സ്പ്ലനേഷൻ ഓഫ് ബെനിഫിറ്റ്സ്. എക്സ്പ്ലനേഷൻ ഓഫ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് റിട്ടൺ എക്സ്പ്ലനേഷൻ ഓഫ് ഹൗ എ ക്ലെയിം വാസ് പെയ്ഡ്. Okay, or it contains detailed information about what the company paid and what portion of the cost you are responsible for. ഇതെന്ന് പറയുമ്പം എക്സ്പ്ലനേഷൻ ഓഫ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഗിവിങ് എ റിട്ടൺ എക്സ്പ്ലനേഷൻ ടു ദ മെമ്പർ. ഫോർ എക്സാമ്പിൾ, മെമ്പർ ഒരു 500 dirhamsനുള്ള ക്ലെയിം സബ്മിറ്റ് ചെയ്തു. അതിനകത്ത് 10% കോഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഒപ്റ്റിക്കൽ ക്ലെയിമാണ് സബ്മിറ്റ് ചെയ്തേക്കുന്നത് 500 dirhamsന്. മെമ്പറിന് 400 dirhams മാത്രമേ ഉള്ളൂ അവരുടെ ലൈക്ക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ലിമിറ്റ് 400 dirhamsേ ഉള്ളൂ. സോ ഇവിടെ നമ്മൾ വി വിൽ ബി പേയിങ് ഓൺലി അപ് ടു 400 AED. ആ സമയത്ത് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ 400 പേ ചെയ്തുള്ളൂ. മെമ്പറിന് ചിലപ്പം നമ്മൾ ഈ 500 അവർ സബ്മിറ്റ് ചെയ്തു, നമ്മൾ മെമ്പറിന് 400 മാത്രമേ പേ ചെയ്തുള്ളൂ. ആ സമയത്ത് മെമ്പറിന് കൺഫ്യൂഷൻ വരും, ലൈക്ക് വൈ ഇറ്റ് ഈസ് ഡിനൈഡ്. ഓക്കെ, എല്ലാ മെമ്പേഴ്സും എപ്പോഴും അറിഞ്ഞിരിക്കണമെന്നില്ല നമ്മുടെ കോ ഇൻഷുറൻസ് ഇത്രയാണ് നമുക്ക്, അല്ലെങ്കിൽ ലിമിറ്റ് ഇത്രയേ ഉള്ളൂ, ഇതൊന്നും അറിഞ്ഞില്ല. സോ ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഇൻഷുറൻസ് കമ്പനി ഓർ ദി ക്ലെയിം പ്രോസസ്സർ
to inform the member that this is the benefit that we have paid and this is the cost that you are responsible എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളാണ് മെമ്പറിനെ ഇൻഫോം ചെയ്യേണ്ടത്. മെമ്പറിന് അറിയുവോ അറിയാതിരിക്കുകയോ വാട്ട് എവർ ഇറ്റ് ഇസ്, വി ഹാവ് ടു ഗിവ് എ റിട്ടൺ എക്സ്പ്ലനേഷൻ ഓഫ് ഹൗ എ മെഡിക്കൽ ക്ലെയിം വാസ് പെയ്ഡ്. സോ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ക്ലെയിമിൽ നമ്മൾ എഴുതാൻ പോകുന്നത് ക്ലെയിം co-payment of 10% was deducted as per optical co-insurance. ഓക്കെ, അതൊരു ഓരോ ഇൻഷുറൻസ് കമ്പനിക്കും അവരുടെ EOB കമൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ക്ലെയിം പ്രോസസ്ഡ് വിത്ത് 10% ഒപ്റ്റിക്കൽ കോ ഇൻഷുറൻസ്, ഇങ്ങനെ പല സെൻറ്റൻസസിൽ അവർ മെൻഷൻ ചെയ്യാറുണ്ട്. സോ 10% കോ ഇൻഷുറൻസിൻ്റെ മെമ്പറിന് മനസ്സിലായി. ഇനി ബാക്കി ഇപ്പോൾ 10% എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ 500 നിന്ന് 50 dirhams പോയി ബാക്കി 450 ഉണ്ട്. പക്ഷേ മെമ്പറിന് ലിമിറ്റ് 400 ഉള്ളൂ. അഗെയിൻ വി വിൽ ബി ഡിഡക്റ്റിംഗ് AED 50. എ ക്ലെയിംഡ് എമൗണ്ട് ഓഫ് AED 50 ഇസ് ഡിനൈഡ് ആസ് ഒപ്റ്റിക്കൽ ലിമിറ്റ് ഇസ് ഫുള്ളി കൺസ്യൂംഡ്. ഓക്കെ, നമ്മൾ അതും കൂടെ മെൻഷൻ ചെയ്യാറുണ്ട്. സോ മെമ്പർ വിൽ കം ടു നോ എൻ്റെ 10% കോ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, ബാക്കി 50 AED ഡിനൈ ചെയ്തേക്കുന്നത് ബിക്കോസ് മൈ ലിമിറ്റ് ഇസ് ഓൺലി അപ് ടു 400 AED. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ അപ് ടു ദിസ് ലിമിറ്റ്. ഇൻ മെമ്പറിന് ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ ഹാൻഡ് ബുക്ക് ഒക്കെ എടുത്ത് നോക്കാൻ പറ്റും, എന്താണ് എത്രയാണ് ലിമിറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ വെൻ എവർ വി ആർ ഗോയിങ് ടു പേ, അല്ലെന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ആണ് പേ ചെയ്തത്, അല്ലെങ്കിൽ ടോട്ടലി നമ്മൾ റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസിലൊക്കെ വി ഹാവ് ടു എക്സ്പ്ലെയിൻ ഹൗ എ ക്ലെയിം ഇസ് പെയ്ഡ് ഓർ ഡിനൈഡ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ദി എക്സ്പ്ലനേഷൻ ഓഫ് ബെനിഫിറ്റ്. ഇനി അടുത്തത് എലിജിബിൾ എക്സ്പെൻസസ്. എലിജിബിൾ എക്സ്പെൻസസ് എന്ന് പറയുമ്പം all healthcare expenses incurred by a beneficiary related to non-excluded cases before allowing for a specific deductible excess. ഓക്കെ, നമുക്കിവിടെ എക്സസ് ആയിട്ടുള്ള ഡിഡക്റ്റബിൾ എമൗണ്ട് കാണും, പെയർ ഷെയർ കാണും, കോ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ കോ പേയ്മെൻറ്റ് കാണും, ഇതൊക്കെയുണ്ട്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ ഈ കേസ് പേ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കവർ ചെയ്യുന്ന സിറ്റുവേഷൻ ഇതാണെന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസസ് എത്രയാണോ വരുന്നത് അതാണ് ഹെൽത്ത് കെയർ എലിജിബിൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ജനറൽ OP ഇസ് കവേർഡ് ഫോർ ഓൾമോസ്റ്റ് എവറി ഹെൽത്ത്, ഓൾമോസ്റ്റ് എന്നല്ല എല്ലാ ഹെൽത്ത് ഇൻഷുറൻസിലും കവേർഡ് ആണ് നമ്മൾ OP സർവീസസ്, ഔട്ട് പേഷ്യൻറ്റ് സർവീസസ്. അതിനകത്ത് ഇപ്പോൾ നമ്മളൊരു റൈനൈറ്റിസ് ആയിട്ടൊരു ഹോസ്പിറ്റലിൽ പോയി, ഡോക്ടറെ കണ്ടു, കൺസൾട്ടേഷനാണ്. സോ ഇതിനകത്ത് കോ പാർട്ടിസിപ്പേഷൻ കാണും അല്ലെങ്കിൽ കോ പേയ്മെൻറ്റ് കാണും. പക്ഷേ ആ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് ഒരു എലിജിബിൾ എക്സ്പെൻസാണ്. ആ കൺസൾട്ടേഷന് അവർക്ക് ആ ക്ലെയിമിൽ നമ്മൾ മെമ്പറിന് വേണ്ടി നമ്മൾ ക്ലെയിം ചെയ്യുന്ന 200 dirhams അല്ലെന്നുണ്ടെങ്കിൽ 500 rupees വാട്ട് എവർ ഇറ്റ് ഇസ്, ആ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കവേർഡ് എമൗണ്ട്. സോ ദാറ്റ് മെമ്പർ അല്ലെങ്കിൽ പ്രൊവൈഡർ ഇസ് ഗോയിങ് ടു സബ്മിറ്റ് ദാറ്റ് ക്ലെയിം ടു ദി ഇൻഷുറൻസ് കമ്പനി ഫോർ റീഇംബേഴ്സ്മെൻറ്റ് ഓർ ഡയറക്റ്റ് ബില്ലിംഗ്. ഓക്കെ, ആ സമയത്ത് ആ ഒരു എക്സ്പെൻസ് എത്രയാണോ വന്നേക്കുന്നത് അത് എലിജിബിൾ ആണ്. അതിന് മെമ്പറിന് പേയ്മെൻറ്റ് കിട്ടാൻ അല്ലെങ്കിൽ പ്രൊവൈഡറിന് ആ ഒരു മെഡിക്കൽ സർവീസസിന് പേയ്മെൻറ്റ് കിട്ടാൻ അത് എലിജിബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. അതിനെയാണ് നമ്മൾ എലിജിബിൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഇസ് ഫാമിലി ഓഫ് ബെനിഫിറ്റ്സ്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ബെനിഫിറ്റ്സ് ഓഫ് വൺ നേച്ചർ ഇൻ ടേം ഓഫ് യൂട്ടിലൈസേഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ്. നമ്മളെപ്പോഴും ഇൻഷുറൻസ് കമ്പനിയിൽ പ്രോസസ്സ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഇത് പ്യുവർലി ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ടിയാണ് മെയിൻലി വരുന്നത്. നമുക്ക് പ്രൊവൈഡർ സൈഡിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഇന്ന ബെനിഫിറ്റ്സ് മെമ്പറിന് കവർ ആവുമോ നമുക്ക് നോക്കാം. അത് നിങ്ങൾ കം അക്രോസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. പക്ഷേ മെയിനായിട്ടും ഇൻഷുറൻസ് കമ്പനി വർക്ക് ചെയ്യുന്നവരാണ് ഫാമിലി ഓഫ് ബെനിഫിറ്റ്സ്. ഫാമിലി ഓഫ് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ബെനിഫിറ്റ്സ്. അതായത് ഒന്നി സ്പെഷ്യലൈസ്ഡ് OP കൺസൾട്ടേഷൻ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് IP കൺസൾട്ടേഷൻ. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലിസ്റ്റിനെ ആണെങ്കിലും കൺസൾട്ടൻറ്റിനെ ആണെങ്കിലും GPയുടെ ആണെങ്കിലും ഔട്ട് പേഷ്യൻറ്റ് സർവീസസ് അല്ലെങ്കിൽ കൺസൾട്ടേഷനാണ് ഈ ഒരു പെർട്ടിക്കുലർ ബെനിഫിറ്റിനകത്ത് വരുന്നത്. ചില ഇൻഷുറൻസ് കമ്പനിയിലാണെങ്കിൽ അവരുടെ എല്ലാ ഔട്ട് പേഷ്യൻറ്റ് ബെനിഫിറ്റ്സും ഒറ്റ ഒരു സെഷനകത്തായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഫാർമസി എന്ന് വരുമ്പം ഡ്രഗ്സ് ആൻഡ് ഡ്രസ്സിങ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ബെനിഫിറ്റ്സ്, അത് ഔട്ട് പേഷ്യൻറ്റിൻ്റെ ഒരു ബെനിഫിറ്റിനകത്തായിരിക്കും, ഇൻ പേഷ്യൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ അതിനകത്ത് വരുന്ന ഏതൊക്കെ സർവീസസ് ആണ് വരുന്നത് അതെല്ലാം ഒരു ഒറ്റ ഗ്രൂപ്പ് ഓഫ് ബെനിഫിറ്റിലായിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ അല്ലെന്നുണ്ടെങ്കിൽ കോംപ്ലിമെൻ്ററി മെഡിസിൻ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിനകത്ത് നമുക്ക് കുറേ കാറ്റഗറീസ് കാണും. ഓൾട്ടർനേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കൈറോപ്രാക്റ്റ് കാണും, ആയുർവേദിക് കാണും, അതുപോലെ തന്നെ
നമുക്ക് ആക്യുപങ്ക്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾട്ടർനേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഈ ഓൾട്ടർനേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിനകത്ത് ഈ കാര്യങ്ങൾ വരുമ്പം അതിനെ ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും. ഇപ്പോൾ ചില ഇൻഷുറൻസസിൽ ഓൾട്ടർനേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ ബെനിഫിറ്റ് മെമ്പറിന് അതിനകത്തൊരു ലിമിറ്റ് കാണും. 3,000 dirhams അല്ലെന്നുണ്ടെങ്കിൽ 5,000 rupees അല്ലെങ്കിൽ 10,000 rupees വാട്ട് എവർ ഇറ്റ് ഇസ്. ആ ഒരു ബെനിഫിറ്റിൻ്റെ ലിമിറ്റ് അപ് ടു ദാറ്റ് ലിമിറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ് മെഡിക്കലി ഇൻഡിക്കേറ്റഡ് അല്ലെങ്കിൽ മെഡിക്കലി ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പേ ചെയ്യാറുണ്ട്. അപ്പം ആ സർവീസസിനെ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ബെനിഫിറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ഓഫ് ബെനിഫിറ്റിൻ്റെ അണ്ടറിലായിരിക്കും നമ്മൾ ടാഗ് ചെയ്യുന്നത്. ജനറലി ഉള്ള OP IP IP സർവീസസൊക്കെ നമുക്ക് മെയിൻ ബെനിഫിറ്റ് ലൈക്ക് ഇപ്പോൾ 100,000 AED ആണ് മെമ്പറിൻ്റെ പെർ ആനം പോളിസി ലിമിറ്റ് എന്നുള്ളതെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്നായിരിക്കും നമ്മുടെ OP ബെനിഫിറ്റ്സ് അതുപോലെ IP ബെനിഫിറ്റ്സ് ഒക്കെ പോകുന്നത്. അതേസമയം ഓൾട്ടർനേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ, ഡെൻ്റൽ സർവീസസ്, ഒപ്റ്റിക്കൽ സർവീസസ് ഇതിനൊക്കെ സെപ്പറേറ്റ് ബെനിഫിറ്റ് നിന്നായിരിക്കും പോകുന്നത്. മേ ബി ഒപ്റ്റിക്കൽ ലിമിറ്റിന് ഒരു 500 dirhams കാണത്തുള്ളൂ, ഡെൻ്റലിന് മേ ബി 1,500 അല്ലെങ്കിൽ 2,000 dirhams കാണത്തുള്ളൂ, കോംപ്ലിമെൻ്ററി ഓർ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ലിമിറ്റിന് ഒരു ചിലപ്പോൾ ഒരു 2,500 അല്ലെങ്കിൽ 1,500 ഒക്കെ ലിമിറ്റ് കാണത്തുള്ളൂ. സോ നമ്മൾ ആ പ്രോപ്പറായിട്ടുള്ള ഫാമിലി ഓഫ് ബെനിഫിറ്റ്സ് ടാഗ് ചെയ്താൽ മാത്രമേ നമുക്ക് എത്രയാണോ അതിൻ്റെ ലിമിറ്റ് ഉള്ളത് അതിനനുസരിച്ച് പേയ്മെൻറ്റും പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഫാമിലി ഓഫ് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ചില ഇൻഷുറൻസസിൽ അത് ഗ്രൂപ്പ് ഓഫ് ബെനിഫിറ്റ് ആണ് പറയുന്നത്, ചിലയിടത്ത് അവർ ബെനിഫിറ്റ്സ് എന്ന് മാത്രമേ പറയാറുള്ളൂ, ചില ഇൻഷുറൻസസിൽ അവർ ഫാമിലി ഓഫ് ബെനിഫിറ്റ്സ് എന്ന് പറയാറുണ്ട്. ഇതാണ് ഫാമിലി ഓഫ് ബെനിഫിറ്റ്സിൻ്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, ദെൻ ഇന്നത്തെ ലാസ്റ്റ് വൺ ആണ് ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ്. ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ എ കവറേജ് പ്ലാൻ ഓഫേർഡ് ബൈ ആൻ എംപ്ലോയർ ഓർ അതർ ഓർഗനൈസേഷൻ ദാറ്റ് കവേഴ്സ് ദ ഇൻഡിവിജ്വൽസ് ഇൻ ദാറ്റ് ഗ്രൂപ്പ്. ഓക്കെ, ഇതിനകത്ത് ഒരു ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു എംപ്ലോയർ അല്ലെങ്കിൽ എനി പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ ലൈക്ക് ഇപ്പം ചില ചേർച്ചസിൽ അതുപോലെ തന്നെ ചില എന്തെങ്കിലും വോളണ്ടറി ഓർഗനൈസേഷൻസ് ഇങ്ങനെയുള്ളിടത്തൊക്കെ അവർ ആ പെർട്ടിക്കുലർ അസോസിയേഷനുമായിട്ട് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനുമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന എല്ലാ എംപ്ലോയീസിന് അല്ലെങ്കിൽ എല്ലാ മെമ്പേഴ്സിന് അവർ ഒരു ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാറുണ്ട് വിത്ത് എനി ഇൻഷുറൻസ് കമ്പനി. എടുത്തതിന് ശേഷം അതിനകത്തുള്ള എല്ലാ ഇൻഡിവിജ്വൽസും സംടൈംസ് ദെയർ ഡിപ്പെൻഡൻസ് വിൽ ബി ഓൾസോ അണ്ടർ ദിസ് സിംഗിൾ പോളിസി. ചിലയിടത്ത് അവർ എംപ്ലോയീസിനെ അല്ലെങ്കിൽ മെമ്പേഴ്സിനെ മാത്രമേ ആഡ് ചെയ്യാറുള്ളൂ, ചിലവർ അവരുടെ ഫാമിലിക്കും കൂടെ കൊടുക്കാറുണ്ട്, അതായത് ഡിപ്പെൻഡൻസ്. ഇവരെല്ലാവരും ഒരു സിംഗിൾ പോളിസിയുടെ അണ്ടറിലായിരിക്കും. സോ ഈ ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസിൽ വരുന്ന എല്ലാ ആൾക്കാർക്കും സെയിം അണ്ടർ റൈറ്റിംഗ് ആയിരിക്കും വരുന്നത്. പോളിസി അണ്ടർ റൈറ്റിംഗ് വിൽ ബി ദ സെയിം. കവർ ആവുന്ന കാര്യങ്ങൾ സെയിം ആയിരിക്കും, എക്സ്ക്ലൂഡ് ആവുന്ന കാര്യങ്ങൾ സെയിം ആയിരിക്കും. അവർക്കൊരു ജനറൽ ഒരു ഒറ്റ അണ്ടർലൈങ് ലൈക്ക് പോളിസി ആയിരിക്കും വരുന്നത്. ആ സെയിം അണ്ടർ റൈറ്റിങ്ങിലായിരിക്കും ആ ഫുൾ കവറേജ് പോകുന്നത്. ഓക്കെ, അതിനെയാണ് ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് ഓർ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കുറച്ച് ടേംസ്, നമ്മൾ ഇന്ന് 5 ടേംസ് ആണ് ഡിസ്കസ് ചെയ്തത്, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇന്നത്തെ 5 ടേംസ്, നമ്മൾ ഡിസ്കസ് ചെയ്ത 5 ടേംസ് എന്തൊക്കെയാണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് എന്താണ്, അത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ക്ലെയിം പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിൻ്റെ ബാക്കി ഗ്ലോസറീസ് ടേംസുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ്. വീണ്ടും സപ്പോർട്ട് ചെയ്യുക. So bye. Thank you.